അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യബ്അഥു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാചകത്തിന്റെ അർത്ഥം, അല്ലാഹു തആല ഈ ഉമ്മത്തിനു വേണ്ടി ഓരോ 100 വർഷത്തിന്റെയും തലപ്പത്ത് ദീൻ പരിഷ്കരിക്കാൻ, ദീനിൽ വന്നിട്ടുള്ള ആളുകൾ വരുത്തിവച്ചിട്ടുള്ള ഇൻഹിറാഫാറ്റുകൾ, അതിൽ നിന്ന് അവരെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ മുജദ്ദിദുകളെ അല്ലാഹു തആല നിയോഗിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ യുജദ്ദിദു ലഹാ ദീനഹ എന്ന പ്രയോഗത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഓരോ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മൻ എന്ന് പറയുന്ന അറബി ഭാഷയിലെ കലിമ അത് ഒന്നിനെയും രണ്ടിനെയും അതുപോലെ തന്നെ ബഹുവചനത്തെയൊക്കെ അറിയിക്കും. അതുകൊണ്ട് തന്നെ ഓരോ നൂറ്റാണ്ടിലും ഒന്നിൽ കൂടുതലോ ഒക്കെ എന്ത് ചെയ്യും, മുജദ്ദിദുകൾ കടന്നു വരും, അല്ലാഹു തആല നിയോഗിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അൽ-ഹാഫിദ് ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലദി അഅതഖിദുഹു മിനൽ ഹദീസ് അന്ന ലഫ്ള മൻ യുജദ്ദിദ്, മൻ യുജദ്ദിദ് എന്ന പദത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ലിൽ ജംഇ ലാ ലിൽ മുഫ്രദ്, അത് ബഹുവചനത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഏകവചനത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല അവന്റെ ദീനിനെ തജ്ദീദ് ചെയ്യുന്നതിനു വേണ്ടി മുജദ്ദിദുകളെ അല്ലാഹു തആല നിയോഗിക്കും. അത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള ഒരു മുജദ്ദിദാണ് എന്ന് പ്രതീക്ഷിക്കപ്പെടാവുന്ന മഹാപണ്ഡിതനാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശാലമായ ചരിത്രത്തിൽ നിന്ന് നമ്മളെ പരിമിതമായ സമയത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത് ദീനിന്റെ ഭാഗമാണ്. അത് നമുക്ക് ഈമാനികമായ വർധനവുണ്ടാക്കുന്ന കാര്യവുമാണ്. അൽ-അല്ലാമ അൽ-ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് നിരവധി വിശേഷണങ്ങളാണ്. അൽ-ആലിം, അൽ-അല്ലാമ, ഫഖീഹുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫഖീഹുൽ അസ്ർ, അൽ-മുഹഖിഖ്, അൽ-മുഫസ്സിർ, അൽ-ലുഗവി, അദ്ദേഹം ഭാഷാ പണ്ഡിതനാണ്, മുഫസ്സിറാണ്, ഫഖീഹാണ്, അൽ-ഉസൂലി, ഉസൂലുകളിൽ അഗാധ പാണ്ഡിത്യമുള്ളയാളാണ്. അതേപോലെ തന്നെ അസ്സാഹിദ്, ദുനിയാവിനോട് വിരക്തിയുള്ളയാളാണ്. അതേപോലെ നിരവധി അൽ ഖുദ്വ, അൽ ഇമാം, ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹതയുള്ള മഹാപണ്ഡിതനെ കുറിച്ചാണ് നമ്മൾ കുറഞ്ഞ സമയം സംസാരിക്കുന്നത്. അൽ മുതഫന്നിൻ, വ്യത്യസ്തമായ ഉലൂമുകളിൽ വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മൾക്ക് ഈമാനികമായ വർധനവുണ്ടാകും. ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അൽ ഹികായാതു അനിൽ ഉലമാഇ വമുജാലസതുഹും, പണ്ഡിതന്മാരെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതും അവരിൽ നിന്ന് ഉദ്ധരിക്കുക എന്നുള്ളതും അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളതും അഹബ്ബു ഇലയ്യ മിൻ കസീരിൻ മിനൽ ഫിഖ്, ഒരുപാട് ഫിഖ് പഠിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട കാര്യമാണ്. കാരണം ലിഅന്നഹ ആദാബുൽ ഖൗമി വ അഖ്ലാഖുഹും, ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ, മഹാന്മാരുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത്, അവരുടെ മര്യാദകൾ, അവരുടെ സ്വഭാവം അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ് എന്ന് ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, വമൻ നളറ ഫീ സിയരിസ് സലഫി മിനൽ ഉലമാഇൽ ആമിലീൻ, പഠിച്ചത് പ്രാവർത്തികമാക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച്
അവരുടെ ചരിത്രം വായിക്കുക എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത്, അങ്ങനെ ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഇസ്തഖറത് നഫ്സുഹു ഫലം യതകബ്ബർ, അവന്റെ മനസ്സ് ശാന്തമാകും, അഹങ്കാരം അവനിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് കാണാം. അദ്ദേഹം തന്നെ പറഞ്ഞു, റഅയ്തു الاشتغال بالفقه وسماع الحديث لا يكاد يكفي في صلاح القلب. നേരത്തെ പറഞ്ഞ യഹ്യ സംസാരിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ഹൃദയം ശുദ്ധിയാകാൻ ഹദീസുകൾ കേൾക്കുക, ഫിഖ്ഹ് ധാരാളമായി പഠിക്കുക എന്നതുകൊണ്ട് മാത്രം മതിയാവുകയില്ല. ഇല്ല അൻ യുംസജ ബിർറഖായിഖി വന്നളരി ഫീ സിയരി സലഫി സ്സാലിഹീൻ, ഹൃദയത്തിന് അലിവുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ സാലിഹുകളുടെ ചരിത്രം അത് പഠിക്കുക എന്നുള്ളതിലൂടെയാണ്, അതുകൂടി ഉണ്ടാകുമ്പോഴാണ് ഹൃദയം ശുദ്ധമാവുക എന്ന് പറഞ്ഞത് കാണാം. മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങൾ വിശേഷിച്ചും, അതുപോലെ തന്നെ പിൻഗാമികളായിട്ടുള്ള അല്ലെങ്കിൽ ആധുനികന്മാരായിട്ടുള്ള വലിയ മഹാപണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് നമ്മുടെ ഹൃദയം അത് ശുദ്ധമാകാനും ഈമാനികമായ വർധന ഉണ്ടാകാനൊക്കെ അത് കാരണമാകും. ഒരു കവി പറഞ്ഞതുപോലെ, കർറിർ അലയ്യ ഹദീസഹും യാ ഹാദി ഫഹദീസുഹും യജ്ലുൽ ഫുആദ സ്വാദി. അവരെ കുറിച്ചുള്ള വാർത്തകൾ എനിക്ക് ആവർത്തിച്ചു പറഞ്ഞു തരിക. ഫഹദീസുഹും യജ്ലുൽ ഫുആദ സ്വാദി, അവരുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരെ കുറിച്ച് അല്ലെങ്കിൽ സലഫുകളെ കുറിച്ച്, അവരുടെയൊക്കെ നല്ല നല്ല വർത്തമാനങ്ങൾ യജ്ലുൽ ഫുആദ സ്വാദി, കേടുബാധിച്ച അല്ലെങ്കിൽ കറ പുരണ്ട ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ അത് കാരണമാകും എന്ന് പറഞ്ഞത് കാണാം. അപ്പോ നമ്മൾ പണ്ഡിതന്മാരുടെ സലഫുകളുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത് ദീനിൽപ്പെട്ടതാണ്, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫഹദീസുഹും യജ്ലുൽ ഫുആദ സ്സാദി എന്ന് പറഞ്ഞതുപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ വലിയ ആശ്വാസം ലഭിക്കുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിയായി അദ്ദേഹം ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മൾക്കേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. മുൻഗാമികളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഇന്നത്തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു, മാന്യന്മാരെ പോലെയാകാൻ നിങ്ങൾ പരിശ്രമിക്കുക. അവരെ പോലെ ആയിട്ടില്ലെങ്കിലും നല്ല മനുഷ്യന്മാരെ അനുകരിക്കുക എന്നുള്ളത് വിജയമാണ്. നല്ല മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളെ കുറിച്ച് മനസ്സിലാക്കുക, അവരുടെ ചരിത്രം പഠിക്കുക എന്നുള്ളതൊക്കെ വിജയിക്കാനുള്ള ഒരു മാർഗമാണ്. നോക്കൂ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ എന്നുള്ളതാണ്. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സാലിഹ് ബിൻ മുഹമ്മദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഉസ്മാൻ. അദ്ദേഹത്തിന്റെ നാലാമത്തെ പിതാമഹനായ ഉസ്മാൻ, അദ്ദേഹത്തിനെ ആളുകൾ ഉസൈമീൻ എന്നാണ് വിളിച്ചിരുന്നത്. ഉസ്മാനെ ആളുകൾ ഉസൈമീൻ എന്നാണ് വിളിച്ചിരുന്നത്. ഉസൈമീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ നാലാമത്തെ പിതാമഹൻ. അതിലേക്ക് ചേർത്തിട്ടാണ് ആലു ഉസൈമീൻ, ഈ ഉസൈമീനിന്റെ കുടുംബം, അല്ലെങ്കിൽ ഇബ്നു ഉസൈമീൻ, ഈ ഉസൈമീന്റെ മകൻ എന്ന അർത്ഥത്തിൽ ഇബ്നു ഉസൈമീൻ എന്നോ അല്ലെങ്കിൽ അൽ ഉസൈമീൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പണ്ഡിതന്റെ പേര്. അബു അബ്ദില്ല എന്ന കുനിയത്തിൽ അറിയപ്പെട്ടിട്ടുള്ള മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 1347, ഹിജ്റ 1347 റമദാൻ 27-നാണ്. ഇംഗ്ലീഷ് അനുസരിച്ച് 1929 ഷെയ്ഖ് ജനിക്കുന്നത്. റമദാനിൽ 27-നാണ് ജനിക്കുന്നത്.
അൽ ഖസീമിലെ ഉനൈസ എന്ന് പറയുന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 74 വർഷത്തെ ഹിജ്റ അനുസരിച്ച് ഹിജ്റ 1421 അദ്ദേഹം വഫാറ്റാകുന്നത്. 74 വർഷം അദ്ദേഹം ജീവിച്ചു. നമ്മുടെ ഇംഗ്ലീഷ് കണക്കനുസരിച്ച് 2001 ജനുവരി 10 അദ്ദേഹം വഫാറ്റാകുന്നത്. ഇങ്ങനെ 74 വർഷം വലിയ ജീവിതം കാഴ്ചവെച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല. ഇബ്നു ഉസൈമീൻ എന്നും പറയാം, അൽ ഉസൈമീൻ എന്നും പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി ഖൈർ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, ഏറ്റവും നല്ല മനുഷ്യരാരാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയും അതിൽ അവന്റെ അമലുകൾ നന്നായിട്ടുമുണ്ടെങ്കിൽ അവൻ ഏറ്റവും നല്ലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 74 വർഷത്തിൽ അദ്ദേഹം 50 വർഷം ദർസ് എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 1/2 നൂറ്റാണ്ട് ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 45 വർഷം തുടർച്ചയായി അദ്ദേഹം ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. 2250ഓളം ഖുത്ബകൾ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ച ഒരു വലിയ ജീവിതമായിരുന്നു ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ജീവിതം. അദ്ദേഹം ജനിക്കുന്നത് ഒരു നല്ല ദീനും സലാഹൊക്കെ ഉള്ള ഒരു നല്ല കുടുംബത്തിലാണ്. നല്ല ഒരു ദീനി അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ജനിച്ച് വളർന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഉദ്ധരിക്കുന്നത് കാണാം, ഖാല ലനാ മർറതൻ, ഒരിക്കൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, മാ ലഅബ്തു കമാ ലഅബ അശ്ശബാബു ഫി സിന്നി, എന്റെ പ്രായത്തിൽ യുവാക്കൾ കളിക്കുന്നത് പോലെ ഞാൻ കളിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ യുവാക്കൾ ചെയ്യുന്ന തെറ്റുകളോ അല്ലെങ്കിൽ അവരുടെ അനാവശ്യമായ കാര്യങ്ങളിലോ ഒന്നും ഞാൻ ഏർപ്പെട്ടിട്ടില്ല. അത് കുടുംബത്തിന്റെ ഒരു തർബിയത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ദീനി അന്തരീക്ഷമുള്ള കുടുംബമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യയിൽ നിന്ന് 8 മക്കളുണ്ട്. 5 ആൺമക്കളും 3 പെൺമക്കളും. അദ്ദേഹം മക്കൾക്ക് പേരിടുന്ന വിഷയത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സ്വീകരിച്ചിട്ടുണ്ട്. പണ്ഡിതൻ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ല പറഞ്ഞത് കാണാം, അദ്ദേഹത്തിന്റെ 3 മക്കളെ പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ അള്ളാഹുവിന്റെ പേര് അതിലേക്ക് അബ്ദ് ചേർത്ത് കൊണ്ടാണ് തഅബീദ് നടത്ത. അബ്ദുള്ള, സുമ്മ അബ്ദുർ റഹ്മാൻ, സുമ്മ അബ്ദുർ റഹീം. 3 മക്കളുടെ പേര് അങ്ങനെയാണ്. ഇങ്ങനെ അദ്ദേഹത്തിന് 5 മക്കളും 3 പെൺകുട്ടികളും. അദ്ദേഹത്തിന്റെ ഒരു മകളെ കല്യാണം കഴിച്ച ഒരു വലിയ പണ്ഡിതനാണ് സാമി സുഖൈർ ഹഫിളഹുല്ല. അന്ന് ജീവിച്ചിരിക്കുന്ന ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെ മരുമകനാണ്. അദ്ദേഹത്തിന്റെ പഠനം തുടങ്ങിയത് ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പഠനം തുടങ്ങി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 9ാമത്തെ വയസ്സിൽ പഠനം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എത്രത്തോളം അദ്ദേഹത്തിന്റെ കുടുംബക്കാരത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സമയം ദീൻ പഠിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ ലൈബ്രറിയിൽ ചെലവഴിക്കാനൊക്കെ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പെട്ട ഒരു വീട്ടിൽ വരും, രാവിലെ അവരുടെ അനുവാദം ചോദിച്ച് അവരുടെ ലൈബ്രറിയിൽ ഇരിക്കും. ളുഹർ വരെ അദ്ദേഹം ലൈബ്രറിയിൽ കഴിച്ചു കൂട്ടും. അന്ന് അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ്. 11ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹാഫിളായി. ഖുർആൻ ആദ്യം പഠിച്ച അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഉപ്പയിൽ നിന്നാണ്, വെല്ലിപ്പയിൽ നിന്ന്. ഉമ്മ വഴിയിൽ വെല്ലിപ്പയിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം ഖുർആൻ ഓതാൻ പഠിച്ചത്. അദ്ദേഹം ഖുവ്വത്തു ദാകിറ, മെമ്മറി പവർ കൊണ്ടും അതുപോലെ തന്നെ ഖുവ്വത്തു ഹിഫ്ലാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിലും അദ്ദേഹം അറിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഹിഫ്ല് പൂർത്തീകരിച്ചത്, ഖുർആനിന്റെ പഠനം പൂർത്തീകരിച്ചത് അദ്ദേഹത്തിന്റെ 11ാമത്തെ വയസ്സിൽ 6 മാസം കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. ഖുർആൻ കംപ്ലീറ്റ് ഹിഫ്ലാക്കിയത്. പിന്നീട് അദ്ദേഹം ചെറിയ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് പഠിച്ചു.
അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉസ്താദുമാരുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 3 ഉസ്താദുമാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, തഫ്സീറു അസ്സഅദി, അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ല. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദ്. അദ്ദേഹം പറയുന്നുണ്ട്, لقد تأثرت بشيخي عبد الرحمن السعدي في طريقة التدريس وعرض العلم وتقريبه للطلبة بالأمثلة والمعاني. ഞാൻ എൻ്റെ ഉസ്താദിൽ നിന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന ശൈലി, അതിലൊക്കെ ഞാൻ ഒരുപാട് എനിക്ക് സ്വാധീനമുണ്ടായിട്ടുണ്ട്. ആളുകളെ അല്ലെങ്കിൽ തുല്ലാബുകളെ ഉദാഹരണങ്ങളും അർത്ഥങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ശൈലി ഞാൻ പഠിച്ചത് എൻ്റെ ഉസ്താദ് ഇമാം സഅദിയിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഉസ്താദുമാരുടെ ഗുണം, ഒരു നല്ല ഉസ്താദിനെ കിട്ടുക എന്നുള്ളത് ഒരു താലിബിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. അവരുടെ എല്ലാ കാര്യത്തിലും ആ ഉസ്താദിന്റെ ആ തർബിയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാം, തഅസ്സർതു ബിഹി മിൻ നാഹിയത്തിൽ അഖ്ലാഖിൽ ഫാദില. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ അസ്സഅദിയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളിലും എനിക്ക് സ്വാധീനമുണ്ടായിട്ടുണ്ട്. വഹുവ മിൻ അഹ്സനി മൻ റഅയ്തു അഖ്ലാഖ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു എൻ്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ അസ്സഅദി എന്ന് പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന്റെ കഴിവും പഠിക്കാനുള്ള താല്പര്യവും ഒക്കെ കണ്ട് ഇമാം സഅദി റഹിമുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ കിബാറുകളായ ശിഷ്യന്മാരുടെ കൂടെ ഇബ്നു ഉസൈമീൻ റഹിമുള്ളയെ കൂടെ ഇരുത്തി. ചെറിയ പ്രായത്തിൽ തന്നെ 16-17 വയസ്സിലാണ് അബ്ദുറഹ്മാൻ അസ്സഅദിയുടെ ശിഷ്യനായി അദ്ദേഹം പഠിക്കാനിരിക്കുന്നത്. തുടക്കത്തിൽ അബ്ദുറഹ്മാൻ അസ്സഅദിയുടെ കിബാറുകളായിട്ടുള്ള തുല്ലാബുകളിൽ നിന്നാണ് ആദ്യം എന്ത് ചെയ്തിട്ടുള്ളത്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പഠിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് അൽ മുതവ്വ പോലെയുള്ള സഅദിയുടെ തന്നെ വലിയ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ നിന്നാണ് അദ്ദേഹം ഭാഷയും അതുപോലെ തന്നെ അടിസ്ഥാന വിജ്ഞാനങ്ങളൊക്കെ പഠിച്ചത്. പിന്നീട് 17-17 വയസ്സിലാണ് ഇമാം സഅദിയുടെ അടുത്തിരുന്ന് അദ്ദേഹം പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴിവും താല്പര്യവും കണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള വലിയ വിദ്യാർത്ഥികളുടെ കൂടെ അദ്ദേഹം ഇരിക്കാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വലിയ ഒരു ശിഷ്യനാണ് അബ്ദുല്ലാ ബിൻ ഉഖൈൽ. അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഇമാം സഅദി റഹിമഹുല്ല അവരുടെ കൂട്ടത്തിലെ മുതിർന്ന വിദ്യാർത്ഥികളോട് ചോദിക്കാണ്, മാ റഅയുക്കും അൻ നുദ്ഖില മുഹമ്മദൻ മഅക്കും. മുഹമ്മദിനെ നിങ്ങളുടെ കൂടെ ഇരുത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന്ന് വളരെ ചെറുപ്പത്തിലാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഉള്ളത്. വലാകിൻ ലാ ഉരീദു അൻ യഅലമ ബിദാലിക അഹദ് ഹത്താ ലാ യത്ലുബ ഗൈറുഹു അദ്ദുഖൂൽ ഫഅദ്ഖലഹു മഅൽ കിബാർ. ഇതാരും അറിയാൻ പാടില്ല. അറിഞ്ഞ പിന്നെ വേറെ ആളുകളും എന്ത് ചെയ്യും, അനുവാദം ചോദിക്കും. അതുകൊണ്ട് മുഹമ്മദിനെ നിങ്ങളെ കൂടെ ഇരുത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് അവരുടെ സമ്മതപ്രകാരം അദ്ദേഹത്തെ പ്രത്യേകം വലിയ തുല്ലാബുകളുടെ കൂടെ ഇരുത്തി എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ല. ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാം, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ലഖദ് തഅസ്സർതു ബിശ്ശൈഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് മിൻ ജിഹത്തിൽ ഇനായത്തി ബിൽ ഹദീസ്. ഹദീസിന്റെ വിഷയത്തിൽ ഞാൻ കൂടുതൽ പഠിച്ചത് ഇബ്നു ബാസിൽ നിന്നാണ്. അതേപോലെ തന്നെ വതഅസ്സർതു ബിഹി മിൻ ജിഹത്തിൽ അഖ്ലാഖി അയ്ദാ വബസ്തി നഫ്സിഹി ലിന്നാസ്. ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിശാലതയും സ്വഭാവ ഗുണങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രത്യേകം പഠിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉസ്താദാണ് അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിന്റെ സാഹിബ് മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉസ്താദാണ്. ഈ മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി റഹിമഹുല്ല മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് അദ്ദേഹം
മഹദിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഉസ്താദാണ് ആര്? ഇമാം ഷൻഖീത്തി റഹിമഹുല്ല. അപ്പോൾ ഇമാം ഷൻഖീത്തി റഹിമഹുല്ല ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് അബ്ദുറഹ്മാൻ സഅദിയുടെ സദസ്സിൽ നിന്നാണ് അവർ ഇവിടെ വന്നിട്ടുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ, ഇമാം ഷൻഖീത്തി റഹിമഹുല്ല, അദ്ദേഹം ആഫ്രിക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ രൂപമൊക്കെ കണ്ടിട്ട് ഒരു അത്ര നല്ലതല്ലാത്ത ഒരു ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് ഇവർക്ക് ആദ്യം എന്ത് ചെയ്തു, ഈ ബദവി എന്ന് പറഞ്ഞാൽ ബദുക്കൾ എന്ന് പറയില്ലേ, അവര് ഇയാളുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത് എന്ന് എന്ത് ചെയ്തു, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞു, ഞാൻ മനസ്സിൽ പറഞ്ഞു, തറക്തു الشيخ عبد الرحمن السعدي رحمه الله وأجلس أمام هذا البدوي ثم أجلس أمام هذا البدوي. അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഒരു ബദവിന്റെ അടുത്താണ് ഞാൻ ഇരിക്കാൻ പോകുന്ന മനസ്സിൽ കരുതി. പക്ഷേ ഇമാം ഷൻഖീത്തി റഹിമഹുല്ല ദർസ് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇദ ഇബ്തദഅ ശൈഖുന الشنقيطي درسه انهالت علينا الدرر من الفوائد العلمية من بحر علمه الزاخر فعلمنا أننا أمام جهبذ من العلماء. പിന്നെ അദ്ദേഹം ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിവിന്റെ, വിജ്ഞാനത്തിന്റെ ഒരു വലിയ ബഹ്ർ തന്നെ അദ്ദേഹത്തിലുണ്ട്. അതിങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാവരും അജബായി നൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫസ്തഫദ്നാ മിൻ ഇൽമിഹി വസംതിഹി വഖുലുഖിഹി വസുഹദിഹി വവറഇ. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു തർജമയുടെ പേരാണ് ഇബ്നു ഉസൈമീൻ അൽ ഇമാമു സാഹിദ് എന്നാണ്. ദുനിയാവിനോട് ഏറെ വിരക്തിയുള്ള പണ്ഡിതൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സുഹദ് അദ്ദേഹം പഠിച്ചത്, അദ്ദേഹം തന്നെ പറയാണ്, അത് ഞാൻ മുഹമ്മദ് അൽ-അമീൻ ഷൻഖീത്തി റഹിമഹുല്ല അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ സുഹദ് വളരെ പ്രസിദ്ധമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ദുനിയാവിനോടുള്ള വിരക്തിയും ഏറെ പ്രസിദ്ധമാണ്. ഇൻഷാ അല്ലാഹ് ചില ഉദാഹരണം നമുക്ക് പറയാം. ബാങ്ക് കൊടുക്കണേ. തയ്യം. ഇപ്പോ
ഈ മൂന്ന് പ്രധാനപ്പെട്ട ഉസ്താദുമാരാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മൂന്ന് മശായിഖ്മാർ. വേറെയും അദ്ദേഹം പലരിൽ നിന്നും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹം തദ്രീസ് തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ 24-ാമത്തെ വയസ്സിലാണ്. അബ്ദുറഹ്മാൻ അസ്സഅദി അദ്ദേഹത്തിന്റെ പ്രത്യേകമായ തശ്ജീഅ് കാരണത്താൽ അദ്ദേഹം ഉനൈസയിൽ അൽ ജാമിഉൽ കബീറിൽ ദർസ് തുടങ്ങി 24-ാമത്തെ വയസ്സിൽ. നമ്മൾ മനസ്സിലായി, 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദർസ് തുടങ്ങി ഇബ്നു സഅദിയുടെ പ്രേരണ കാരണത്താൽ. ഒരു 4 വർഷം അദ്ദേഹം പല സന്ദർഭങ്ങളിലായി ദർസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പഠനവും അദ്ദേഹം പഠിക്കുന്ന സമയത്താണ് ഈ ദർസ് നടക്കുന്നത്. അതേപോലെ തന്നെ അതിനിടയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്തു, റിയാദിൽ പഠിക്കാൻ പോയി. അതാണ് അദ്ദേഹത്തിന്റെ ദർസിന്റെ ആദ്യത്തെ 3 മർഹലകളാണ് അദ്ദേഹത്തിന്റെ ദർസിനുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയാം. ആദ്യത്തെ 4 വർഷം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പഠന കാലഘട്ടത്തിലുള്ള തദ്രീസ്. അത് കൃത്യമായൊരു നിവാമിയായ ദർസുകളായിരുന്നില്ല. അദ്ദേഹം ദർസ് തുടങ്ങി, അദ്ദേഹത്തിന്റെ പഠനം അതിന്റെ ഇടയ്ക്ക് നടക്കും, റിയാദിൽ പോയി പഠിച്ച് തിരിച്ചു വന്നു. 4 വർഷം അങ്ങനെ പോയി. പിന്നെ ഹിജ്റ 1376 മുതൽ ഹിജ്റ 1400 വരെയാണ് 2-ാമത്തെ ഘട്ടം. അതിൽ ഷെയ്ഖ് റഹിമഹുല്ലാ ദർസ്, നിവാമിയായ ദർസ്, വ്യവസ്ഥാപിതമായ ദർസ് മസ്ജിദുകളിലൊക്കെ ധാരാളമായി എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. അദ്ദേഹത്തിന്റെ ഹിജ്റ 1400 വരെ അദ്ദേഹത്തിന്റെ ദർസിലുള്ള ആളുകളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. ഏകദേശം 24 വർഷം അദ്ദേഹം ദർസ് എടുക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് വളരെ കുറഞ്ഞ ആളുകൾ, ചില സമയത്ത് 2-3 ആളുകൾ ദർസിൽ. പക്ഷെ വളരെ ഒരുപാട് 2-3 ആള് അത് അദ്ദേഹം പരിഗണിക്കാറേ ഇല്ല. ആളുടെ എണ്ണ വലിപ്പം അദ്ദേഹം എന്ത് ചെയ്യാറില്ല, പരിഗണിക്കാറില്ല. അദ്ദേഹം വളരെ നശാത്തോടു കൂടി എന്ത് ചെയ്യും, ദർസ് എടുക്കും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട്. ഒരിക്കൽ ദർസിന് വന്നപ്പോ ഒരു വിദ്യാർത്ഥി അവരെന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് ഒന്ന് ഫ്രഷ് ആക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആരുമില്ല. അപ്പൊ ഷെയ്ഖ് ദർസിന് വന്നാണ്, പഠിപ്പിക്കാൻ വന്നതാണ്. ആ സമയത്ത് ആരുമില്ല ദർസ്. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, മസ്ജിദിൽ ഖുർആൻ ഓതിയിരുന്നു എന്നാണ്. അപ്പം പല സന്ദർഭത്തിലും ദർസിന് വരുമ്പോ സാമിഅകളില്ലാതെ ദർസ് മുടങ്ങിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകൾ ദർസിനുണ്ടായിരുന്നു, ഏകദേശം ഹിജ്റ 1400 വരെ. 2-ാമത്തെ ഘട്ടം അതാണ്. 3-ാമത്തെ ഘട്ടം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് 24 വർഷം സബ്ർ ചെയ്തു. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആധുനിക ദാഇമാരും അല്ലെങ്കിൽ തുല്ലാബുകളൊക്കെ അവരുടെ ദർസിൽ ചിലപ്പം ആളുകൾ കൂടുന്നതിനനുസരിച്ച് അവർക്ക് താല്പര്യം ഉണ്ടാവും, കുറയുന്നതനുസരിച്ച് താല്പര്യം കുറഞ്ഞ് ദർസ് നിർത്തിപ്പോകും. പക്ഷെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് 24 വർഷം വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മടിയും കൂടാതെ ദർസ് എടുത്തിട്ടുണ്ട് എന്നാണ്. അത് ഇഖ്ലാസിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. പിന്നീട് അടുത്ത ഘട്ടം, ബാക്കിയുള്ള 21 വർഷം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ബാക്കി 21 വർഷം ദർസിലെ ആളുകൾ യൗമൻ ഓരോ ദിവസവും വർദ്ധിക്കാൻ തുടങ്ങി. ഹിജ്റ 1406 ആയപ്പോഴേക്ക് പണ്ഡിതന്മാർ പറയാണ് ഒരു മജ്ലിസിന് 600 ആളുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിലേക്ക് എന്ത് ചെയ്തു, ഷെയ്ഖിന് ഖബൂൽ ലഭിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ദർസിൽ പങ്കെടുക്കാൻ തന്നെ ഏകദേശം 10-30 രാജ്യങ്ങളിൽ നിന്നുള്ള തുല്ലാബുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ രൂപത്തിലേക്ക് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം സബ്ർ ചെയ്തതിന്റെ ഫലമായി അല്ലാഹു തആല അദ്ദേഹത്തിന് ഖബൂൽ കൊടുത്തു. അതാണ് അതിന്റെ 3-ാമത്തെ ഘട്ടം. 1400 മുതൽ അദ്ദേഹം വഫാത്താകുന്ന 1421 വരെയുള്ള കാലഘട്ടം. അദ്ദേഹത്തിന്റെ ദർസുകൾ അത് 6000 മണിക്കൂറുകൾ ഉണ്ട് എന്നാണ് ഈ സൗത്ത് ഇതിന്റെ ശബ്ദരേഖ. അത് കിതാബുകളായി ഇന്ന് പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കവിടെ പറയാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദീൻ പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം അത് മരണം വരെയും എന്ത് ചെയ്തിരുന്നു, തുടർന്നിരുന്നു. ഇൻഷാ അല്ലാഹ് മരണം പറയുമ്പോൾ അത് പറയാം. അദ്ദേഹം പറഞ്ഞിരുന്നത്, എനിക്ക് മരിക്കുമ്പോൾ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ട് മരിക്കണം, മക്കയുടെ അടുത്ത് നിന്ന് മരിക്കണം, ഹറമിന്റെ അടുത്ത് നിന്ന് മരിക്കണം, അതുപോലെ തന്നെ നശ്റുൽ ഇൽമ് പ്രചരിപ്പിക്കുന്ന സമയത്തായിരിക്കണം എൻ്റെ അവസാനം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ പറഞ്ഞത് കാണാം. അദ്ദേഹം എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അദ്ദുറൂസുൽ ഇൽമിയായ ദർസുകളാണ്. അത് എല്ലാ വൈകുന്നേരങ്ങളും മഗ്രിബിന് ശേഷം ഇശാ വരെ ദർസാണ്. റമദാനിൽ അതുപോലെ തന്നെ മറ്റു തിരക്കുകൾ ഉണ്ടെങ്കിൽ മാത്രം അത് മാറ്റും, അല്ലാത്ത ഡെയിലി ദർസാണ്. അതേപോലെ തന്നെ അദ്ദുറൂസ് അസ്സബാഹിയ്യ,
രാവിലെയുള്ള ദർസുകൾ, അതേപോലെ തന്നെ പൊതുവായ മുഹാദറകൾ, അതേപോലെ തന്നെ പൊതുവായ മറ്റു ദർസുകൾ, സ്ഥിരമായിട്ടുള്ള ദർസുകൾക്ക് പുറമെ അതിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ. അതാണ് ഇന്ന് നമ്മൾ പലരും കിതാബ് രൂപത്തിൽ നമ്മുടെ മുമ്പിലെത്തിയിട്ടുള്ള ദർസുകൾ. അതിൽ മഗ്രിബ് മുതൽ ഇശാ വരെ ദർസ്, ഇശാന് ശേഷം പിന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ പൊതുജനങ്ങൾക്ക് ഖാസായ ദർസ്, മഗ്രിബ് ഇശാന്റെ ഇടയിലുള്ള ദർസ് തുല്ലാബുകളെ ഉദ്ദേശിച്ചുകൊണ്ട്, ഇശാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ നിസ്കാരത്തിന്റെയും പിന്നെ ബാങ്കിന്റെയും ഇടയിലുള്ള പൊതുജനങ്ങൾക്കുള്ള ദർസുകൾ, അതേപോലെ തന്നെ ഹറമിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ദർസുകൾ, ലിഖാഅത്ത് ചില സംഗമങ്ങൾ, പല ആഴ്ചയിലുള്ള സംഗമങ്ങൾ ഉണ്ടാകും, മാസത്തിൽ ഒരു ദിവസം പലർക്കുമായിട്ട് ഖത്തീബുമാർക്കുള്ള സംഗമം ഉണ്ടാകും. അതേപോലെ തന്നെ പിന്നെ ജാമിഅത്തുൽ ഇമാമിൽ മാസത്തിൽ ഒരു ദർസ്, ഇങ്ങനെ ലിഖാഅത്ത് ഷഹരിയ, ലിഖാഅത്ത് ഉസ്ബുഇയ്യ, ആഴ്ചയിലുള്ള പ്രത്യേക സംഗമങ്ങളും മാസത്തിലുള്ള സംഗമങ്ങളൊക്കെ ധാരാളമായിട്ട് ഷെയ്ഖിന് പതിവായിട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫത്വകൾ നേരിട്ടും ഫോണിലൊക്കെ ഫത്വ കൊടുക്കുന്ന പദ്ധതികൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദീൻ പ്രചരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട സമയമായിരുന്നു. ഷെയ്ഖ് മസ്ജിദിലേക്ക് നടന്നു വരിക. ആ നടന്നു വരുന്ന സമയത്ത് ഷെയ്ഖിന്റെ പണി ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബർനാമജ് അൽ യൗമി, അദ്ദേഹത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുണ്ട്. അദ്ദേഹം മസ്ജിദിലേക്ക് വരുമ്പോൾ ഹിഫ്ള് മുറാജ ചെയ്യും. ഡെയിലി 2 ജുസ് മൂപ്പര് അദ്ദേഹം ഓതും. 2 ജുസ് ഡെയിലി. റമദാനിൽ ഡെയിലി 3 ജുസ്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം എടുത്തിരുന്ന സമയം മസ്ജിദിലേക്ക് നടന്നു വരുന്ന സമയമാണ്. വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പം തുല്ലാബുകൾക്കുള്ള അവസരമാണ്. തിരിച്ചു പോകുമ്പോൾ നഷ്റുൽ ഇൽമാൻ, ആളുകളുടെ ചോദ്യത്തിന് മറുപടി, വീട്ടിലെത്തുന്നത് വരെ നടന്ന് പോകുമ്പോൾ തുല്ലാബുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടാകും. ദഹാബുഹു വ ഇയാബുഹു മിനൽ മസ്ജിദ്, പള്ളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഔറാദ് യൗമിയ്യ, ഡെയിലി ഓതേണ്ട ദിക്റുകൾ, ഖുർആൻ പാരായണത്തിന് മാറ്റിവെക്കുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ കുറഞ്ഞ സമയം പോലും എന്ത് ചെയ്യും, തുല്ലാബുകൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അതുപോലെ മിമ്പറുൽ ജുമുഅ, വെള്ളിയാഴ്ചയുള്ള ജുമുഅ, ഞാൻ പറഞ്ഞു 45 വർഷം അദ്ദേഹം 2250 ഖുതുബ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ ഇൽമായി ഇന്നും നിലനിൽക്കുന്നു. അതേപോലെ തഅലീമുൻ നിസാമി, വ്യവസ്ഥാപിതമായ ഷെയ്ഖിന്റെ പിന്നെ പഠിപ്പിക്കൽ ജാമിഅകളിൽ, അതുപോലെ തന്നെ മഹദുകളിലൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അബ്റൽ ഇദാ, ഈ റേഡിയോയിലൂടെയുള്ള ഷെയ്ഖിന്റെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, നൂറുൻ അല ദർബ്, അതുപോലെ തന്നെ സുആലുൻ അൽ ഹാത്തിഫ്, ഇങ്ങനെ പല പ്രോഗ്രാമുകളും റേഡിയോയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഷെയ്ഖ് ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ചിരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അബ്റ ബഅദി സുഹഫി വൽ മജല്ലാത്ത്, ചില മാഗസീനുകളിലും പത്രങ്ങളിലൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു. അതുപോലെ തന്നെ അതിൽ ഫത്വ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഇന്റർനെറ്റ് വഴി അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ ഇൽമു പ്രചരിപ്പിച്ചിരുന്നു, ദീനിയായ ഇൽമു അതുപോലെ അബ്റ ഷരീത്ത്, CD അത് റെക്കോർഡ് ചെയ്തിട്ട് ഇൽമു പ്രചരിപ്പിക്കുക. അതേപോലെ തന്നെ മുഷാറക്കത്തുഹു ഫിൽ മുഅ്തമറാത്ത്, വ്യത്യസ്തമായ സമ്മേളനങ്ങളിൽ, കോൺഫറൻസുകളിൽ പങ്കെടുത്ത് ഇൽമു പ്രചരിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു. അതുപോലെ ഹജ്ജിന്റെ സീസണുകളിൽ ഹറമിൽ, അതുപോലെ തന്നെ ഹാജിമാർക്ക് പ്രത്യേകമായ ദർസുകൾ. ഇങ്ങനെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളായിരുന്നു. എത്രത്തോളം അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ തുല്ലാബുകളും അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും, ഫോണിൽ ഫത്വ കൊടുക്കുകയായിരിക്കും, ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, അദ്ദേഹം ഇങ്ങനെ ആളുകൾക്ക് അറിവ് പകർന്നുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. അതേപോലെ തന്നെ മുഷാറക്കത്തുഹു ഫി ഹൈഅതി കിബാരിൽ ഉലമ, അദ്ദേഹത്തിന്റെ വലിയൊരു സ്ഥാനമായിരുന്നു. ഹിജ്റ 1407 മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ സൗദി അറേബ്യയിലെ കിബാറുകളുടെ വലിയ പണ്ഡിതന്മാരുടെ സഭയാണ് ഹൈഅതു കിബാരിൽ ഉലമ, അതിൽ മെമ്പറായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച മനാസിബുകളൊക്കെ അദ്ദേഹം പലതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളിൽ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു.
അതേപോലെ തന്നെ അദ്ദേഹം അറിവ് പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വലിയൊരു സംഭാവന അദ്ദേഹത്തിന്റെ രചനകൾ. അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറഞ്ഞാൽ നോക്ക്, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു മുഅസ്സസയാണ് മുഅസ്സസത്തു ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ അൽ ഖൈരിയ്യ. ഇത് അദ്ദേഹത്തിന്റെ പേരിലുള്ള കിതാബുകളാണ്. ഇത് അദ്ദേഹത്തിന്റെ കിതാബ് മാത്രമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ കിതാബുകൾ എന്ന് പറഞ്ഞാൽ 3 തരം കിതാബുകളാണ്. ഒന്ന് അദ്ദേഹം തന്നെ എഴുതിയ കിതാബുകൾ, രണ്ടാമത്തേത് അദ്ദേഹം ദർസെടുത്തത് തഫ്രീഖ് ഷെയ്ഖ് തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തി പ്രസിദ്ധീകരിച്ചത്, രണ്ടാമത്തേത് അങ്ങനെയാണ്. മൂന്നാമത്തേത് ഷെയ്ഖിന്റെ മരണശേഷം ഈ മുഅസ്സസ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഖിന്റെ ദർസിൽ നിന്ന് തഫ്രീഖ് കിതാബാക്കി എടുക്കുന്ന രൂപം. ഇങ്ങനെ 3 രൂപത്തിലാണ്. ഒന്ന് ഷെയ്ഖ് തന്നെ കൈകൊണ്ട് എഴുതിയത്, അതിൽ പെട്ടതാണ് ഷെയ്ഖിന്റെ ഒന്നാമത്തെ കിതാബാണ് ഫത്ഹു റബ്ബിൽ ബരിയ്യ ബിതൽഖീസിൽ ഹമവിയ്യ, ഹമവിയുടെ മുലഖസ്. അതേപോലെ തന്നെ തസ്ഹീലുൽ ഫറായിദിലെ കിതാബ്, അതൊക്കെ ഷെയ്ഖ് കൈകൊണ്ട് എഴുതിയതാണ്. രണ്ടാമത്തേത് ഈ പറഞ്ഞതുപോലെ ഷെയ്ഖിന്റെ ദർസ് തഫ്രീഖിൽ അദ്ദേഹം ഷെയ്ഖിനെ തിരുത്തി കൊടുത്ത് ഷെയ്ഖിന്റെ അംഗീകാരത്തോടുകൂടി ഇറങ്ങിയ കിതാബുകൾ. അൽ ഖൗലുൽ മുഫീദ് അലാ കിതാബി തൗഹീദ് അതിൽപ്പെട്ടതാണ്. അതേപോലെ ശറഹ് അൽ അഖീദത്തുൽ വാസിതിയ്യ, ഷെയ്ഖിന്റെ ദർസ് പുസ്തകമാക്കി ഷെയ്ഖ് പരിശോധിച്ച് ഉറപ്പുവരുത്തി പുറത്തിറക്കിയതാണ്. അതേപോലെ തന്നെ ശറഹുൽ മുംതിഅ അലാ സാദിൽ മുസ്തഖ്നി, ആ കിതാബിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഷെയ്ഖ് തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തി ബാക്കി ഭാഗങ്ങൾ മുഅസ്സസ ഇറക്കിയതാണ്. മൂന്നാമത്തെ വിഭാഗമാണ് ഈ ഷെയ്ഖിന്റെ മരണശേഷം വഫാത്തിന് ശേഷം ഇപ്പോഴും എന്തുണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷെയ്ഖിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കിതാബുകളും ചെറുതും വലുതുമായ കിതാബുകളും റിസാലകളും ഉൾപ്പെടെ 180ഓളം കിതാബുകളും റിസാലകളും ഉണ്ട് അദ്ദേഹത്തിന്. ഇതില് നിലവിൽ പബ്ലിഷ് ചെയ്തത് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വഫാത്തായിട്ട് ഏകദേശം 23 വർഷമായി. അദ്ദേഹം ജനിച്ചത് സൗദിയിലാണ്. അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം അമേരിക്കയിൽ പോയി. പുറത്തേക്കുള്ള സഞ്ചാരങ്ങളൊക്കെ കുറവാണ്. 23 വർഷങ്ങൾക്ക് ശേഷം നോക്ക് നമ്മൾ ഈ കേരളത്തിൽ കണ്ണൂരിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ കുറിച്ച് പഠിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് റഹിമഹുല്ലാ എന്ന് പ്രാർത്ഥന കിട്ടാത്തൊരു ദിവസവും ചിലപ്പം ഈ ആധുനിക ലോകത്ത് കഴിഞ്ഞു പോകുന്നുണ്ടാകില്ല. കാരണം അദ്ദേഹത്തിന്റെ കിതാബ് ലോകത്ത് ധാരാളമായി പഠിപ്പിക്കപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ദർസുകൾ കേൾക്കുന്നു. ഇവിടെ നോക്ക്, ഇൽമിന്റെ ശ്രേഷ്ഠത അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അൽ ഖസീം അൽ ഉനൈസയിൽ ഇബ്നു ഉസൈമീൻ ജീവിച്ച കാലഘട്ടത്തിൽ വലിയ പൈസക്കാരുണ്ടായിട്ടുണ്ടാകും, വലിയ കോടീശ്വരന്മാരുണ്ടായിട്ടുണ്ടാകും. അവരവരുടെ നാട്ടിൽ വലിയ സേവനങ്ങളും ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആ മാല് കൊണ്ട്, സമ്പത്ത് കൊണ്ട് ചെയ്ത സേവനം ആ നാട്ടുകാർക്ക് അറിയാം, അത് അല്പം നിലച്ചു പോകും. പക്ഷേ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അത് ഇൽമിയായ സേവനങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷവും എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള മസ്ജിദിൽ അദ്ദേഹത്തിന്റെ ഖിദ്മാത്തുകൾ ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന കൂലി എത്രയായിരിക്കും? അതാണ് ഇൽമിന്റെ പ്രത്യേകത. ഇൽമ് അത് ഇഖ്ലാസോടുകൂടി നമ്മൾ പഠിച്ചു പ്രചരിപ്പിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടം നമ്മൾക്ക് ദുനിയാവിലും വിശേഷിച്ച പരലോകത്തും ഏറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പദവികൾ, ധാരാളം പദവികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം വഫാത്തായതിനു ശേഷം പിന്നീട് അദ്ദേഹം ജാമിഉൽ കബീറിൽ ഖതീബായി, അല്ലെങ്കിൽ അതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇബ്നു അബ്ദുറഹ്മാൻ അസ്സഅദിയുടെ പിൻഗാമിയായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വന്നിട്ട് അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മലിക് ഫൈസൽ അവാർഡ് ലഭിച്ചു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഅത്തു കിബാരിൽ ഉലമ, അതിൽ ദീർഘകാലം അദ്ദേഹം മെമ്പറായിരുന്നു. ഇങ്ങനെ ധാരാളക്കണക്കിന് മനാസിബുകൾ ജീവിതകാലത്ത് ലഭിച്ചിട്ടുള്ള വലിയ പണ്ഡിതനാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഒരു അൽ ബർനാമജ് അൽ യൗമി, ഡെയിലി റൊട്ടീൻ എന്ന് പറയില്ല അദ്ദേഹത്തിന്റെ, അത് നമുക്ക് വലിയ പാടാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെങ്കിൽ ദിവസം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹം രാത്രി നിസ്കാരം ധാരാളമായിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കും എന്നാണ്. ഉറങ്ങി എണീറ്റതിന് ശേഷം ബാക്കി 4 പിന്നെ 3 വിത്റും 11 അദ്ദേഹം പതിവായി നിസ്കരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ്.
പിന്നീട് അദ്ദേഹം മസ്ജിദിലേക്ക് നടന്നു വരും. സുന്നത്തുൽ ഫജ്ർ വീട്ടിൽ നിസ്കരിച്ചിട്ട് മസ്ജിദിലേക്ക് നടന്നാണ് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് ചെരുപ്പിടാതെ നടക്കാറുണ്ടായിരുന്നു എന്ന ഹദീസ് അദ്ദേഹം പലപ്പോഴും ആ ഒരു സുന്നത്ത് നടപ്പിലാക്കിയിരുന്ന അദ്ദേഹം ഈ സുബഹിയുടെ നടത്തത്തിലായിരിക്കുമെന്നാണ്. പല സമയത്തും ചെരുപ്പില്ലാതെ ഇടയ്ക്ക് നടക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, മഹ്ജൂറത്തായ സുന്നത്താണ്. അദ്ദേഹം അത് ജീവിതത്തിൽ നടപ്പിലാക്കിയിരുന്നത് ഫജ്റിന്റെ ആ പള്ളിയിലേക്കുള്ള നടത്തത്തിലായിരുന്നു പല സന്ദർഭത്തിലും. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഔറാദ് യൗമിയ, ഡെയിലി അദ്ദേഹം ഓതുന്ന ഖുർആനിന്റെ ഭാഗം, അതുപോലെ തന്നെ അദ്കാറുസ് സബാഹ് ആ നടത്തത്തിലാണ്. ആ സമയത്ത് അദ്ദേഹം വേറെ ആൾക്കും വിട്ടുകൊടുക്കില്ല. അദ്ദേഹം തന്നെ പറയുന്നത്, എനിക്ക് എൻ്റെ ഔറാദുകൾക്കുള്ള സമയമാണ്, ആ സമയത്ത് ആരോടും ചോദിക്കാനോ അല്ലെങ്കിൽ കൂടെ വരാനോ അദ്ദേഹം അനുവദിക്കുകയില്ല. അദ്ദേഹം അത് പ്രത്യേകം അദ്ദേഹം തന്നെ ശിഷ്യന്മാരോട് പറയാറുണ്ട്. എത്രത്തോളം അദ്ദേഹം പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ ഔറാദുകൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് തീർന്നിട്ടില്ല, അദ്ദേഹം മസ്ജിദിന്റെ തൊട്ടു മുമ്പ് ആ വാതിലിൽ നിന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ടാണ് പള്ളിയിലേക്ക് കയറുക. അദ്ദേഹം ഇമാമായിരുന്നു. ശേഷം ജനങ്ങൾക്ക് ഇമാം നിസ്കരിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് നടക്കും. അവിടെ ആ സമയത്ത് കുട്ടികൾ അല്ലെങ്കിൽ തുല്ലാബുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. പിന്നീട് വീട്ടിൽ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് പിന്നീട് ഫത്തൂർ പ്രഭാത ഭക്ഷണം കഴിച്ച് പിന്നെ ചില റേഡിയോയിൽ ചില വാർത്തകളൊക്കെ കേട്ട് അദ്ദേഹം വുദു ചെയ്ത് 2 റക്അത്ത് ദുഹാ നിസ്കരിച്ച് അദ്ദേഹം ചെയ്യും. ദർസ് നിലാമിയായ ദർസ് ഉണ്ടെങ്കിൽ ജാമിഅയിൽ പോകേണ്ട സന്ദർഭമാണ്, അങ്ങനെ ദർസുകളുണ്ട്, എങ്ങനെ പോകും. അല്ലെങ്കിൽ അദ്ദേഹം ലൈബ്രറിയിൽ ഇരുന്ന് കിതാബുകൾ വായിക്കുക, അതുപോലെ തന്നെ ആളുകൾക്ക് ഫത്വ കൊടുക്കുക. ഇങ്ങനെ ഉച്ചവരെ. ഉച്ചയ്ക്ക് വീണ്ടും വീട്ടിൽ നിന്ന് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അദ്ദേഹം നടന്ന് മസ്ജിദിലേക്ക് പോകും. അവിടുന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരും. അവിടെ ഈ പറഞ്ഞതുപോലെ തിരിച്ചു വരുമ്പോൾ തുല്ലാബുകൾക്ക് സംശയം ദൂരീകരണത്തിന് അദ്ദേഹം ചെലവഴിക്കും. അതുപോലെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടുകാരോടൊത്ത് ഭക്ഷണം കഴിക്കും. അവിടെയും ആ സമയത്ത് ഒന്നുണ്ടാകും, അതിഥികളുണ്ട്, അവർക്ക് സൽക്കാരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആവശ്യക്കാർ. അദ്ദേഹം സുബ്ഹാനല്ലാഹ് ഒരു പണ്ഡിതൻ മാത്രമല്ല, ആളുകളുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ധാരാളമായി അഅ്മാൽ അൽ ഖൈരിയ്യ ഈ പറഞ്ഞ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വലിയ മാതൃകയായിരുന്നു. അസറുസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതന്നെ പണി, പ്രധാനപ്പെട്ടൊരു പണി അതാണ്. അസറിന് ശേഷം ചെറിയ ദർസുണ്ടാകും. അതിനുശേഷം അദ്ദേഹം ആളുകളുടെ പരാതികൾ, അത് ദീനിയായ പ്രശ്നങ്ങളാണെങ്കിലും ദുന്യവിയായ പ്രശ്നങ്ങളാണ്, ഇടപെടും. ചില തുല്ലാബുകൾ പറഞ്ഞത് കാണാം, ഡെയിലി ഒരു 30-40 ചെക്ക് ഉണ്ടാവും, ഇങ്ങനെ പലരും കൊടുത്തതും ആയതൊക്കെ ആയിട്ടുള്ള സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് കുടുംബ സന്ദർശനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അസർ മഗ്രിബിന്റെ ഇടയിൽ നടക്കും. ചിലപ്പോൾ ഇശാവിന് ശേഷം, മഗ്രിബിന് ശേഷം സ്ഥിരമായി ദർസ്, ഇശാ വരെ. ഇശാവിന് ശേഷം ചില മാസത്തിൽ വരുന്ന സംഗമങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പോകും. അതേപോലെ തന്നെ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് കുറച്ച് അദ്ദേഹം തഹ്ദീർ നടത്തും, പ്രിപ്പറേഷൻ ദർസിന് വേണ്ടിയിട്ടുള്ള. രാത്രി നേരത്തെ കിടക്കും, കാരണം തഹജ്ജുദിന് വേണ്ടി എണീൽക്കാൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു അൽ ബർനാമജ് അൽ യൗമി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് അദ്ദേഹത്തിന്റെ ഇബാദ. അദ്ദേഹം ആബിദായിരുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ രാത്രി നിസ്കാരം, അതേപോലെ തന്നെ മാസത്തിലുള്ള നോമ്പ് സവ്വാമായിരുന്നു. സുന്നത്ത് നോമ്പുകൾ ധാരാളമായി എടുക്കുന്ന ആളായിരുന്നു. 31 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 31 ഹജ്ജ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സദഖ കൊടുക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്കത് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, ഒരിക്കൽ ഞങ്ങള് ഒരു യാത്രയിലാണ്, റിയാദിൽ നിന്ന് ജിദ്ദയിൽ പോയി. റിയാദിൽ ഒരുപാട് സമയം ചെലവഴിച്ച് ജിദ്ദയിൽ പോയി. ഖസീമിൽ നിന്ന്, ഉനൈസയിൽ നിന്ന് റിയാദിൽ നിന്ന് ജിദ്ദ, ജിദ്ദയിൽ നിന്ന് മക്കയിൽ പോയി ഉംറ ചെയ്തു. നല്ല യാത്രയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, ഞങ്ങള് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രി ഞങ്ങൾ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് കടന്നു. ഷെയ്ഖ് ഹമദ് അൽ ഉസ്മാൻ അദ്ദേഹം പറയാണ്, ഫഖുംതു ഫിൽ ലൈലി ഇലൽ ഹമാമി ലിഖദാഇൽ ഹാജ. രാത്രി ഞാൻ ടോയ്ലറ്റ് പോകാൻ വേണ്ടി എണീറ്റപ്പോ
വഇദാ ബി അറാ അശ്ശൈഖ റഹിമഹുല്ലാ ഖായിമൻ യുസല്ലി. ഇത്രയും ദീർഘമായ യാത്ര ചെയ്തിട്ടും അദ്ദേഹം, ഞാൻ രാത്രി ടോയ്ലറ്റ് പോകാൻ വേണ്ടി എണീറ്റപ്പോൾ അദ്ദേഹം ഇരുന്ന് നിസ്കരിക്കാൻ. അദ്ദേഹം പറയണേ, ഞാൻ മനസ്സിൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അന ശാബുൻ അസ്തസ്ലംതു ലിന്നൗം, ഞാനൊരു യുവാവാണ്, പക്ഷെ ഞാൻ ഉറക്കത്തിൽ വീണുപോയി. വഹാദാ ശൈഖുൻ കബീർ തഅബ മഈ മിസ്ലി, ഞങ്ങളെപ്പോലെ യാത്രയിൽ ക്ഷീണിച്ച ഒരു ഷെയ്ഖാണ്, പ്രായം ചെന്ന ആളാണ്. പക്ഷേ സുമ്മ യഖൂമു ഫിൽ ലൈലി ലിയുസല്ലി, നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം രാത്രി എണീൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിൽ നിന്ന് ആവേശം കൊണ്ടിട്ട് എണീറ്റ് നിസ്കരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഉറക്കം അതിജയിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കുണ്ടായ ഒരു അനുഭവമാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന് അനുഭവങ്ങളുണ്ട്. ഇബാദത്തിന്റെ വിഷയത്തിൽ, സുന്നത്ത് നടപ്പിലാക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വലിയ മാതൃകയായിരുന്നു. അതേപോലെ തന്നെ ആളുകൾക്ക് സേവനം ചെയ്യുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്കിങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് വലിയ വർധനമുണ്ട്. അത് പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ സുഹദ്, ദുനിയാവിനോടുള്ള വിരക്തി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന് കിട്ടിയ ഓഫറുകൾ അദ്ദേഹം സിമ്പിളായിട്ട് നിരസിച്ചതിനുള്ള ധാരാളക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് അമീർ ഉമാർ അല്ലെങ്കിൽ അവിടെയുള്ള വലിയുൽ അംർ പല സന്ദർഭത്തിലായി വീട് ഓഫർ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം തുല്ലാബുകൾക്ക് സമർപ്പിച്ചതുണ്ട്. ചില സമയത്ത് അദ്ദേഹം വീട് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു വലിയ വീട് ഒരാൾ ഹദിയ കൊടുത്തു, അത് തുല്ലാബുകൾക്ക് വേണ്ടി വഖഫ് ചെയ്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. അദ്ദേഹം തുല്ലാബുകൾക്ക് മിൻഹ, ഈ സ്റ്റൈപ്പൻഡ് കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്, പഠിക്കുന്ന ആളുകൾക്ക്. അദ്ദേഹത്തിന് കാറ് ഹദിയ കൊടുത്തൊരു സംഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കൽ അവർ മസ്ജിദിന്റെ അടുത്ത് ഇങ്ങനെ തുല്ലാബുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരാൾ നല്ലൊരു ലക്ഷറി കാറായിട്ട് വന്നു. എന്നിട്ട് ഷെയ്ഖിനോട് പറഞ്ഞു, ഇന്ന ഹാദി സയ്യാറ ഹദിയത്തും മിൻ ഫുലാനിൽ ഫുലാനി, ഇന്ന ആൾ നിങ്ങൾക്ക് ഹദിയായിട്ട് തന്നാണെന്ന് പറഞ്ഞു. ഷെയ്ഖ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു. പക്ഷേ ഈ വ്യക്തി നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്തു, ചാവി കയ്യിൽ കൊടുത്തു. അദ്ദേഹം അവസാനം ഗത്യന്തരല്ലാതെ സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറയണേ, പിന്നെ വിഷയം പിന്നെന്ത് ചെയ്തു, ആ ചർച്ച വിട്ടു. എന്ന് പറഞ്ഞാൽ കാറ് കിട്ടിയ ഒരു സന്തോഷമോ അല്ലെങ്കിൽ കാറ് കണ്ട അജബാകേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. കയ്യിൽ കിട്ടിയ ചാവി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കുറച്ച് പിടിച്ചിട്ട് ഇങ്ങനെ അവരുടെ മസ്അലയിലേക്ക് അവർ ചർച്ച ചെയ്യുന്ന ഇൽമിയായ മസ്അലകൾ അത് തുടർന്നു. ശേഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, മറ്റൊരു യുവാവ് ആ സമയത്ത് ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ ഷെയ്ഖ് അല്ലൈല സവാജി, ഇന്ന് രാത്രിന്റെ കല്യാണമാണ്, നിങ്ങൾ പങ്കെടുക്കണം. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, ഇന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റൂല, ഇന്ന് എനിക്ക് വേറെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, പങ്കെടുക്കാൻ പറ്റൂല. അപ്പൊ ഈ യുവാവ് ഒരിക്കലും വിടുന്നില്ല, നിങ്ങൾ എന്തായിരുന്നാലും പങ്കെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖിനെ നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഷെയ്ഖ് എന്ത് ചെയ്തറിയാം, ഷെയ്ഖ് അതിനെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു സമ്മാനം തരാന്ന് പറഞ്ഞിട്ട് ആ ചാവി കൈ കൊടുത്തു, ഈ സയ്യാറ എനിക്കുള്ള ഹദിയ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സുഹൃത്തത് വാങ്ങിപ്പോയി. ശിഷ്യൻ പറയാണ്, പിന്നെ ആ കാറ് പോയ കാര്യമൊന്നും ചർച്ചയല്ല, പിന്നെ വീണ്ടും ഇൽമിയായ ചർച്ചയാണ്. ഇത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. കാറ് അങ്ങനെ തന്നെ അപ്പൊ കിട്ടിയ വലിയ സയ്യാറ ഫാരിഹ എന്ന് പറയാം. സയ്യാറ ഫാരിഹ എന്ന് പറഞ്ഞാൽ ലക്ഷറി കാറിനാ പറയാം. അതാണ് കിട്ടിയിട്ടുള്ളത്. അത് കിട്ടിയപ്പം പ്രത്യേകിച്ചൊരു ദുനിയാവിനുള്ള അദ്ദേഹത്തിന്റെ വിരക്തിയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ ഒരിക്കൽ മലിക് ഖാലിദ് രാജാവ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ വീട് കുറച്ച് ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കി കുറച്ച് പിന്നെ പ്രശ്നമുള്ള വീടാണ് എന്ന് ആ സന്ദർശനത്തിൽ സൗദി അറേബ്യയിലെ ഉലാത്തുൽ ഉമൂർ അവർ പണ്ഡിതന്മാരെ ആദരിച്ചിരുന്നു. പണ്ഡിതന്മാരുടെ വീട് സന്ദർശിക്കും. അവരുടെ കുറവുകൾ നികത്താൻ വേണ്ടി വലിയ ഖിദ്മത്ത് ചെയ്യുന്ന ഭരണാധികാരിയാണ് സൗദി അറേബ്യയിലെ ഭരണാധികാരി അന്നും ഇന്നൊക്കെ. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഉലമാക്കൊക്കെ അതിൻ്റെതായ ഇസ്സത്ത് കാണാൻ സാധിക്കും. അത് അവിടുത്തെ ഉലാത്തുൽ ഉമൂർ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇത് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടുത്തെ അവസ്ഥ മോശമാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നനി അബ്നി ലി ദാറൻ, അദ്ദേഹം പറഞ്ഞു
താങ്കൾക്ക് ഞാനൊരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടി ഇതാണ്: ഇന്നനി അബ്നി ലി ദാറൻ ഫി സാലിഹിയ്യ, സാലിഹിയ്യയിൽ ഞാനൊരു വീട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സാലിഹിയ്യയിൽ. എന്നിട്ട് ഷെയ്ഖിന്റെ മറ്റൊരു ആവശ്യം പറഞ്ഞു, മസ്ജിദിൽ ഇവിടെയുള്ള അൽ ജാമിഉൽ കബീർ, ആ മസ്ജിദ് കുറച്ച് പഴങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് പുതുക്കി പണിയുന്ന കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ എന്ത് ചെയ്തു? ഉടനെ തന്നെ അതിനുള്ള ഓർഡർ കൊടുത്തു. ആ പള്ളിയാണ് മസ്ജിദ് ഇബ്നു ഉസൈമീൻ, ജാമിഉ ഇബ്നു ഉസൈമീൻ എന്ന അറിയുന്നതിൽ എപ്പോഴും മസ്ജിദ് അതാണ്. അപ്പോൾ ഇദ്ദേഹം ഈ അമീർ പോയതിനു ശേഷം ആളുകൾ ചോദിച്ചു, യാ ശൈഖ് മാ അലിംന അന്നക തബ്നി ദാറൻ ഫി സാലിഹിയ്യ, സാലിഹിയ്യയിൽ നിങ്ങൾ വീടുണ്ടാക്കുന്ന കാര്യം ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഷെയ്ഖ് പറയാണ്, അലൈസത്തിൽ മഖ്ബറത്തു ഫി സാലിഹിയ്യ, നമ്മുടെ മഖ്ബറ സാലിഹിയ്യയിലല്ലേ എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ഷെയ്ഖ് ഉദ്ദേശിച്ച് മരിച്ചു കഴിഞ്ഞാലുള്ള ഖബറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഷെയ്ഖിന്റെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സുഹുദൻ, ദുനിയാവ് അത്ര പ്രാധാന്യത്തോടുകൂടി കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, അല്ലാമ മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീത്തി റഹിമഹുള്ളയിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിന് ഇതേപോലൊരു ഓഫർ ഉണ്ടായിരുന്നു. രാജാവ് വലിയൊരു വീട് തായിഫിൽ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഞാനത് ഒഴിവാക്കി. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അത് ഒഴിവാക്കി? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉണ്ടാക്കിയ വീടാണ്. അദ്ദേഹം ഉണ്ടാക്കിയ വീട് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന്, എനിക്ക് അതിന് അത്രമാത്രം ആവശ്യമില്ല. അതുപോലത്തെ ഒരു വീട്, ഓരോരുത്തരും വീട് നിർമ്മിക്കുന്ന അവരുടെ ആവശ്യത്തിന്, എനിക്ക് അതുപോലെ അത്ര സൗകര്യമുള്ള വീട് എനിക്ക് ആവശ്യമില്ല, എനിക്ക് മദീനയിൽ ഒരു വീടുണ്ട്, അത് തന്നെ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിച്ചതിന് ഉദാഹരണം. അദ്ദേഹത്തിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള സുഹദൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പഠിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഉസ്താദുമാരുടെ ജീവിതം തുല്ലാബുകൾക്ക് ആ രൂപത്തിൽ സ്വാധീനിക്കും എന്നുള്ളതിന്റെ തെളിവാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ സൂക്ഷ്മത. സുബ്ഹാനല്ലാഹ്, സൂക്ഷ്മത. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ മഹദിൽ അദ്ദേഹം വരുന്നത് ഒരു കുറഞ്ഞ മിനിറ്റ് അദ്ദേഹം നേരം വൈകിയാൽ അത് ആ സമയം രേഖപ്പെടുത്തിയിട്ട് ബിദൂനി ഉദർ ഇല്ലാതെ വൈകിയിട്ടുണ്ട് എന്നവിടെ രേഖപ്പെടുത്തും, ഒരു സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിന്റെ സൂക്ഷ്മത ഇങ്ങനെ കാണാൻ സാധിക്കും. അദ്ദേഹം എത്ര ദിവസമാണോ ഇമാം അല്ലെങ്കിൽ തദ്രീസ് നടത്തിയത്, അതിൽ അദ്ദേഹം ലീവായിട്ടില്ല, ആ ലീവിന്റെ കുറച്ചിട്ടാണ് എന്ത് ചെയ്യുക, അദ്ദേഹം സാലറി എടുക്കുക. സാലറി എത്രത്തോളം അദ്ദേഹം അമേരിക്കയിൽ അദ്ദേഹത്തിന് ചികിത്സക്ക് കൊണ്ടുപോയി. തിരിച്ചു വന്ന സമയത്ത് ആ രോഗത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്, ക്യാൻസർ ബാധിച്ച്. ആ സമയത്ത് മുദീറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ചു കാലം ലീവായിട്ടുണ്ട്, പക്ഷെ എനിക്ക് സാലറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മുദീർ പറയുന്നുണ്ട്, ചില ലീവിന് അളവുകൾ ഉണ്ടാകും, അത് പ്രശ്നമാക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം മരിക്കാൻ കിടക്കുമ്പോൾ കുറച്ച് ലീവായിട്ടുണ്ട്, സാലറി വരുന്നുണ്ട്, അത് ഹലാലാകുമെന്നുള്ള പേടിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഷെയ്ഖ് ജാമിഅയിൽ അദ്ദേഹത്തിന്റെ പേനയിൽ മഷി നിറച്ചാൽ ആ പേനയുടെ മഷി എന്ത് ചെയ്തു, അന്നത്തെ മഷി പേന ഉണ്ടല്ലോ, ആ മഷി കളഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുക, തിരിച്ചു പോരാ. എന്നിട്ട് അദ്ദേഹം പറയും, ആദൽ ഹിബ്റു ലിൽ ജാമിഅതി വ ഉമൂരിഹ, ഇത് യൂണിവേഴ്സിറ്റിയുടെ മഷിയാണ്, അത് അതിന്റെ ആവശ്യങ്ങൾക്കുള്ളതാണ്. വലാ യഹിഖു ലി ഇസ്തിഖ്ദാമുഹു ഫി ഉമൂരി അൽ ഖാസ ഖാരിജഹ, യൂണിവേഴ്സിറ്റിന്റെ പുറത്ത് എനിക്കത് ഉപയോഗിക്കൽ യോജിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് ആ മഷി അവിടെ കളഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അത് തിരിച്ചു വയ്ക്ക് വെച്ചിട്ടാണ് പോകുക. പേനയിലെ മഷി പോലും യൂണിവേഴ്സിറ്റിൻ്റെ ഉപയോഗിക്കൂല, അത് യൂണിവേഴ്സിറ്റിന്റെ ആവശ്യങ്ങൾക്കുള്ളതാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. സൂക്ഷ്മത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരിക്കൽ ഉണ്ടായ ഒരു സംഭവമാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒന്നിങ്ങനെയാണ്, ഒരിക്കൽ അദ്ദേഹം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഉനൈസയിൽ നിന്ന് ബുറൈദയിലേക്ക് യാത്ര പോകണം കാറ് കുറച്ച് ഓവർ സ്പീഡായി. അപ്പോൾ അസ്കരി അഥവാ ഈ ഓവർ സ്പീഡിന് വേണ്ടിയിട്ട് അവിടെ പിടിച്ചു വെച്ചു. ഷെയ്ഖ് അപ്പുറത്തെ സൈഡിലാണ്, പിടിച്ചു. അപ്പോൾ അസ്കരി ഓവർ സ്പീഡിന് വേണ്ടി കൈ കാണിച്ച് നിർത്തിയപ്പോൾ ഇബ്നു ഉസൈമീൻ ആണെന്ന് കണ്ടപ്പോൾ തഫദ്ദൽ ഉംശു, വിട്ടോളി എന്ന് പറഞ്ഞു ഷെയ്ഖ് ഉസൈമീനെ കണ്ടിട്ട്.
അങ്ങനെ കാറ് പോയി. അപ്പൊ ഷെയ്ഖ് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, അവരെന്തിനാ നമ്മളെ നിർത്തിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അജ്ലി സുർഅത്തി സായിദ്, ഓവർ സ്പീഡിനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു തിരിച്ചുവിടാൻ പറഞ്ഞു വണ്ടി. തിരിച്ചുവിടാൻ പറഞ്ഞിട്ട് അയാളെ അസ്കരിനോട് ചോദിച്ചു, ലിമാദാ ഔഖഫ്തന ഖബ്ല ഖലീൽ, എന്തിനാണ് ഞങ്ങളെ നിർത്തിയതെന്ന് ചോദിച്ചു. പറഞ്ഞു കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു ഷെയ്ഖ്, യാ ഷെയ്ഖ് കാന ഫീ സുർഅ സായിദ, കുറച്ച് ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് ചോദിച്ചു, പിന്നെന്താ ഞങ്ങളെ വിട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ തിരക്കുള്ള ആളായിരിക്കും, എന്ത് അത്യാവശ്യത്തിന് പോകുമായിരിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് വിട്ടാണെന്ന് ചോദിച്ചു. ഷെയ്ഖ് പറഞ്ഞു കം മുഖാലഫത്ത് സുറ, ഇതിന്റെ ഫൈൻ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യാ ഷെയ്ഖ് മാഫി ദാഇ, എൻ്റെ ആവശ്യമല്ല, വിട്ടോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് നിർബന്ധിച്ചു പറഞ്ഞു, ഫൈൻ എത്രയെന്ന് പറയണം. ഫൈന് പറഞ്ഞു 300 റിയാലാണെന്ന് പറഞ്ഞു. ഷെയ്ഖ് എന്താ ചെയ്തറിയാം, 150 ദിർഹം റിയാൽ ഷെയ്ഖ് എടുത്തിട്ട് പറഞ്ഞു, 150 ദിർഹം എൻ്റെ വക, 150 ദിർഹം ഈ ഡ്രൈവർ അടുത്തുനിന്ന് വാങ്ങിക്കോ. ഇവനാണ് തെറ്റിച്ചത്. ഞാൻ അവന് സ്പീഡ് പോയപ്പം അവൻ ഉപദേശിച്ചില്ല, അതിനാണ് 150 എൻ്റെ വക, തെറ്റിച്ചതിന് 150 അവൻ്റെ വക, അത് വാങ്ങാൻ പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതാണ്. അപ്പൊ ആനുകൂല്യങ്ങൾ ദീനിന്റെ പേരിൽ സ്വീകരിക്കുക എന്നുള്ളത് അവര് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർരിർ അലയ്യ ഹദീസഹും യാ ഹാദി ഫഹദീസുഹും യജ്ലുൽ ഫുആദ സാദി. ശരിക്കും നമുക്കത് മനസ്സിലാകും. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹിന്റെ ചരിത്രം നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം ഫീൽ ചെയ്യും. അത്രയും വലിയ വലിയ അനുഭവങ്ങളാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മഹദിലുള്ള മുദീർ പറയാണ്, ഒരിക്കൽ എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷെയ്ഖിനോട് കടം ചോദിച്ചു. സമയമായ പറയാൻ കേട്ടോ. കടം ചോദിച്ചു. അപ്പൊ ഷെയ്ഖ് കടം തന്നു. കടം ഞാൻ ചോദിക്കുക, റിയാദിൽ വരെ എനിക്ക് പോകാനുണ്ട്. അപ്പൊ റിയാദിൽ പോകേണ്ട ആവശ്യത്തിനാണ് കടം വാങ്ങിയത്. അപ്പോ കടം ഷെയ്ഖ് കൊടുത്തു. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, എനിക്കും റിയാദിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, എന്നെ കൂട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ വ്യക്തി കടം വാങ്ങിയത് എന്തിനാണ്, റിയാദ് പോകാനാണ്. ഷെയ്ഖ് ചോദിച്ചു, എന്നെ കൂട്ടുമെന്ന്. അപ്പൊ ഷെയ്ഖിനെ കൂട്ടി പോയി. അങ്ങനെ റിയാദിലെത്തിയപ്പോ ഷെയ്ഖ് അതുവരെയുള്ള വണ്ടിക്കൂലി കൊടുക്കാൻ നിൽക്കാണ്. അപ്പം ഇയാളെ സ്വീകരിച്ചില്ല. അപ്പൊ ഷെയ്ഖ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ അറിയോ, ലൗ അന്നനി മാ അഖറദ്തുക, ഞാൻ നിനക്ക് കടം തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലകാനൽ അംറു ഹയ്യിന, കാര്യം വളരെ എളുപ്പമായിരുന്നു, ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഞാനത് സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ കടം തന്നു. കടം തന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ആനുകൂല്യം സ്വീകരിച്ചത്. അതുകൊണ്ട് വലാകിൻ അഖ്ശ അൻ യകൂന ഖർളൻ ജറ നഫഅ, നഫ്ഇലേക്ക് കൊണ്ടെത്തിക്കുന്ന കടം അതായി പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ കടം തന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് നീ ഒരു സൗകര്യം സ്വീകരിച്ചെന്നുള്ളതുകൊണ്ട് ഇത് സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ്. വളരെ ചെറിയ നമ്മളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന വിഷയത്തിൽ പോലും ഷെയ്ഖ് പേപ്പർ നോക്കുമ്പോൾ അതിൽ കുട്ടികൾക്ക് കിട്ടേണ്ട മാർക്ക് ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഷെയ്ഖിന് പേടിയാണ്. ഷെയ്ഖ് പറയും, ഞാൻ നോക്കിയാൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ പറയണം, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മാർക്ക് തരും. അപ്പൊ അതിൽ പോലും ഒരു ചെറിയ അബദ്ധം സംഭവിച്ച് ഒരാൾക്ക് കിട്ടേണ്ട അവകാശം നഷ്ടപ്പെടുമോ എന്ന് അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റമൊക്കെ വളരെ അത്ഭുതമാണ്. എത്രത്തോളം അദ്ദേഹത്തിന്റെ തുല്ലാബുകൾ പറഞ്ഞു കാണാം, എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞത് പഠിച്ചു വന്നിട്ടില്ലെങ്കിൽ ഷെയ്ഖ് എണീൽപ്പിച്ചെടുത്തിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പറയാ, അദ്ദേഹത്തിന് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചിട്ടിരുത്തും. അത്ര ചീത്ത പറയുന്നില്ല, പ്രാർത്ഥിച്ചിട്ടിരുത്തും. സുബ്ഹാനല്ലാഹ്. എന്തായിരുന്നാലും ആ കുട്ടി പിറ്റേന്ന് എന്ത് ചെയ്യും, അത് പഠിച്ചു വരും. അത് ഭയങ്കര ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഗുണമുണ്ട്. ആ ഒരു പെരുമാറ്റത്തിൽ തന്നെ പഠിക്കാൻ മടിയുള്ള ആളുകൾ എന്ത് ചെയ്യും, പഠിക്കും. അദ്ദേഹത്തിന്റെ സബർ, ക്ഷമ, ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ക്ഷമ അത് വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മസ്ജിദിൽ ഒരാൾ വന്നിട്ട്, അവിടെ ളുഹർ കുറച്ച് നേരം വൈകിട്ട്, അല്ലെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പൊ ഒരാൾ വന്നിട്ട് മുഅദ്ദിനോട് പറഞ്ഞു, ഇഖാമത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. മുഅദ്ദിൻ പറഞ്ഞു,
ഇമാമ് വരാതെ ഇഖാമത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാളെന്നെ ഇഖാമത്ത് കൊടുത്തിട്ട് മൂപ്പരന്നെ ഇമാം വന്നു. അപ്പൊ ഇത് ഉദ്ധരിക്കുന്ന അബ്ദുൽ മുഹ്സിൻ അൽ ഖാദി പറയാണ്, ഞാൻ സദസ്സിലുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹം ഇമാം വന്നപ്പോൾ ആകെ ബുദ്ധിമുട്ടായി അദ്ദേഹം എന്ത് ചെയ്തു? നിസ്കരിക്കാതെ തിരിച്ച് ഷെയ്ഖിനെ തെരഞ്ഞു പോയി. അപ്പൊ ഷെയ്ഖ് ഇങ്ങനെ വരുന്നുള്ളൂ. ഷെയ്ഖിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അയാള് ഇഖാമത്തും ഇമാമൊക്കെ നിന്നിട്ടുണ്ട്, ഇഖാമത്ത് കൊടുത്തിട്ട് അയാൾ തന്നെ ഇമാമം നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, നുസല്ലിം അഹു, നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിക്കാന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് ഷെയ്ഖ് അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഷെയ്ഖ് പറഞ്ഞു, ഇങ്ങനെ ഹുർമത്തുൽ ഇമാം, ഇമാമത്ത് എന്ന് പറഞ്ഞാൽ അത് പവിത്രമായ ഒരു കാര്യമാണ്, അത് നമ്മൾ കയറി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ മുഅദ്ദിൻ എന്നുള്ള പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നൊക്കെ നല്ല രൂപത്തിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ഉപദേശിച്ചു. പക്ഷെ അദ്ദേഹം ഇത് മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം എന്താ പറഞ്ഞറിയാം? ഇദാ അതൈതു മറത്തൻ ഉഖ്റ ഇലാ ഹാദൽ മസ്ജിദി ഫസഉഖീമു സ്സലാ, ഞാൻ ഇനിയും വരികയാണെങ്കിൽ ഇനിയും ഇഖാമത്ത് എടുത്ത് നിസ്കരിക്കും തന്നെ പറഞ്ഞു, ഞാനിനി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ഖ് എന്താ ചെയ്തറിയും? ഫമാ കാന മിനശ് ശൈഖി ഇല്ലാ അൻ തബസ്സമ വദഅ ലഹു ബിഖൈർ, ഷെയ്ഖ് ഒന്ന് ചിരിച്ചിട്ട് അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പ്രഷറാകും. പക്ഷെ ഷെയ്ഖ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോയി എന്നുള്ളതാണ്. ഇങ്ങനെ സബറിന്റെ കാര്യത്തിൽ അങ്ങനെ, അതേപോലെ തന്നെ സൂക്ഷ്മതയുടെ കാര്യത്തിൽ അങ്ങനെ, ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം എന്താണ് എന്നുള്ളത് ഡോക്ടർമാർ കണ്ടെത്തി, കുറച്ച് ക്യാൻസറാണ്, അത് അതിന്റെ അവസാനത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖിനോട് പറയുന്നില്ല. ഷെയ്ഖ് ഡോക്ടറോട് നിർബന്ധിച്ച് പറയിപ്പിച്ചു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ചിരിച്ചു എന്നാണ്, പുഞ്ചിരിച്ചു. എന്നിട്ട് ഷെയ്ഖ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള വാചകം അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയണത് സ്വർണം കൊണ്ട് എഴുതി വെക്കേണ്ട വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഇന്നൽ ഇൻസാനൽ മുഅ്മിൻ ഇദാ ഖാമ ബിതാഅത്തില്ലാഹ് വഫഅല അവാമിറഹു വജ്തനബ നവാഹിയഹു, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചു, അവന്റെ കൽപ്പനകൾ നിറവേറ്റി അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞു, ഫഇന്നഹു ലാ യർജു ബിദാലിക ഇല്ലാ റഹ്മത്തല്ലാഹി വദുഖൂലഹുൽ ജന്ന, അയാൾ ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ അവസ്ഥ. അയാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ വലാ യുംകിനു അൻ യസിലൽ ഇൻസാനു ഇലൽ ജന്ന ഇല്ലാ ബിൽ മൗത്ത്, മരിക്കാതെ അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. വൽ മൗതു ഖദ് കുതിബ അലാ ജമീഇൽ ബശരിയ്യ, എല്ലാവർക്കും മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫമർഹബൻ ബിൽ മൗത്ത്, ഇത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾക്ക് പരിശോധനയിൽ നിങ്ങൾക്ക് ക്യാൻസറാന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഫമർഹബൻ ബിൽ മൗത്ത് ഇദാ കാനൽ മൗതു ഹുവല്ലദീ ബൈനനാ വബൈനൽ ജന്ന, സ്വർഗത്തിനും നമ്മൾക്കും ഇടയിൽ ഒരു തടസ്സം മരണമാണെങ്കിൽ, മരിച്ചാൽ സ്വർഗം കിട്ടുമെങ്കിൽ മരണത്തിന് സ്വാഗതം എന്ന് ഷെയ്ഖ് പറഞ്ഞു എന്നാണ്. പിന്നീട് ഷെയ്ഖ് അദ്ദേഹത്തിന് അദ്ദേഹം ചികിത്സ നടത്തുന്നുണ്ട്. ഗവൺമെന്റ് അവരുടെ ചെലവേറ്റെടുത്ത് അമേരിക്കയിൽ ചികിത്സക്ക് കൊണ്ടുപോകുന്നു. ഷെയ്ഖിന്റെ താല്പര്യത്തിലല്ല, പ്രത്യേകിച്ചും ഉലാത്തുൽ അമ്രുകളുടെ താല്പര്യത്തിന് കൊണ്ടുപോയി ചികിത്സിക്കുന്നുണ്ട്. അവിടെയും ആ ചികിത്സന്റെ സമയത്തും അമേരിക്കയിലെ പല മസ്ജിദുകളിലും സെന്ററുകളിലൊക്കെ അദ്ദേഹം ദർശെടുത്തിട്ടുണ്ട്. തിരിച്ചു വന്നു, രോഗം ഭേദപ്പെട്ടില്ല, കുറച്ച് കഠിനമായി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന് മരിക്കണമെന്ന് 2 ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അദ്ദേഹം പറയാറുണ്ടെന്നാണ്, അബ്ദുള്ള ഖാൻ എന്ന് പറയുന്ന ശിഷ്യൻ പറയാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാ അതമന്ന മൗത ഷഹാദ, എനിക്ക് ഷഹീദായി മരിക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, അദ്ദേഹം ഷഹീദാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അൽ മബ്തൂനു ഷഹീദ്, വയറിന് അസുഖം ബാധിച്ച് മരിക്കുന്ന ആൾ ഷഹീദാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹത്തിന് വയറിന് ബാധിച്ച ഒരു അസുഖം വയറിലുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ഷഹീദാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത് കാണാം. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ മറ്റൊരാഗ്രഹം, മറ്റൊരു ശിഷ്യൻ പറയാണ്, അന ഉരീദു അൻ അമൂത വഅന ഖരീബുൻ മിനൽ കഅബതി അൻഷുറുൽ ഇൽം,
കഅബയുടെ പരിസരത്ത് ഇൽമ് പ്രചരിപ്പിക്കുന്ന സമയത്ത് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ്. വകാന ശൈഖു യറാ നശ്റ അൽ ഇൽമി മിൻ അഅ്ളമിൽ ഖുർബാത്ത്. ഷെയ്ഖ് ഏറ്റവും മഹത്തരമായൊരു പുണ്യകർമ്മമായി മനസ്സിലാക്കിയത് ദീന് പ്രചരിപ്പിക്കുക, ഇൽമ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ജിദ്ദയിൽ വെച്ചുകൊണ്ട് ജിദ്ദയിൽ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് കുറച്ച് അസുഖം കഠിനമായി. അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുന്നത് വരെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചികിത്സിച്ച ഡോക്ടർ പറയാണ്, ഇന്നഹു കാന യഖറഉൽ ഖുർആനൽ കരീം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുമ്മ ദഖല ഫീ ഗൈബൂബ, ബോധക്ഷയനായി കോമ സ്റ്റേജിലേക്ക് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു 1:30 മണി ഒക്കെ സമയമായപ്പോൾ, അഥവാ ശവ്വാൽ 15 1421 ഉച്ചക്ക് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു. ഒരു 5:50 ആയപ്പോൾ അദ്ദേഹം വഫാത്തായി എന്നുള്ളതാണ്. അല്ലാഹു തആല അദ്ദേഹത്തെ നമ്മയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ അറബി അറിയുന്ന ആളുകൾക്ക് വായിക്കാവുന്ന ചില ഗ്രന്ഥങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കാം. ചെറിയ കിതാബുകളുണ്ട്. അറബി അറിയുന്ന ആളുകൾക്ക് ശരിക്കും അത് നമ്മൾ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. ഒന്ന് ചെറിയൊരു കിതാബ്, ചെറിയൊരു റിസാലയാണ്, 40 മാത്രം പേജിലൊരു ഒന്നാണ്. അബ്ദുള്ള തയ്യാറിന്റെ സഫഹാത്തും മിൻ ഹയാത്തിൽ ഫഖീദിൽ ആലിമി സാഹിദ് അശ്ശൈഖ് മുഹമ്മദ് ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ചെറിയ റിസാലയാണ്, ചെറുത്. മറ്റൊന്ന് അൽ ഖൗലു സമീൻ ഫി തർജമതി ഇബ്നു ഉസൈമീൻ. ഏതെങ്കിലും ഒന്ന് വായിക്കണം. ഞാൻ വായിക്കണം എന്ന് പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നുണ്ട്. അസ്സമീനു മിൻ അഖ്ബാരി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിതാബുണ്ട്. 200 പേജിന്റെ താഴെയുള്ളൂ. നല്ല ഒന്നാണ്. ഒരുപാട് അനുഭവങ്ങൾ, ഷെയ്ഖിന്റെ ജീവിതത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ പറയാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിശദമായ ചരിത്ര തർജമ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് അദ്ദുർറു സമീൻ ഫി തർജമതി ഫഖീഹിൽ ഉമ്മ അൽ അല്ലാമത്തി ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്ന കിതാബ്. അതേപോലെ തന്നെ 1000ഓളം പേജുള്ള ഒന്നാണ് ഇബ്നു ഉസൈമീൻ അൽ ഇമാമു സാഹിദ്, ഷെയ്ഖ് നാസിർ അസ്സഹ്റാനിയുടെ. അതേപോലെ തന്നെ ഷെയ്ഖിന്റെ അനുഭവങ്ങൾ മാത്രം രേഖപ്പെടുത്തിയ ഒരു കിതാബുണ്ട്, സഫഹാത്തുൻ മുശ്രിഖ മിൻ ഹയാത്തിൽ ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ. ഇത് അനുഭവങ്ങൾ, അത് ചെറിയ, അതും 200 പേജുള്ളൂ. അതിൽ വെറും അനുഭവങ്ങളാണ്, വേറൊന്നുമില്ല. ഷെയ്ഖിനെ കുറിച്ച് വേറെ ഷെയ്ഖിന്റെ ഓരോ തുല്ലാബുകൾക്കുണ്ടായ അനുഭവങ്ങൾ മാത്രം പറയുന്ന ഒരു ചെറിയ 200 പേജിൽ. അതിൽ നമുക്ക് ഒരുപാട് കാര്യം. അതേപോലെ തന്നെ ഷെയ്ഖിന്റെ തർജമ പറയുന്ന ഒരു കിതാബ് അൽ ജാമിഉ ലിഹയാത്തിൽ അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, വലീദ് അൽ ഹുസൈന്റെ ഒരു ഗ്രന്ഥം. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അറബി കുറച്ചൊക്കെ അറിയുന്നവർക്ക് തന്നെ തിരിയുന്നത്. ഞാൻ പറഞ്ഞ സഫഹാത്തുൻ മുശ്രിഖ മിൻ ഹയാത്തിൽ ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ. ഇതിൽ വെറും അനുഭവങ്ങളാണ്. തയ്യം. അപ്പോൾ അത് അല്ലാഹു തആല അലം. കുറച്ച് കിതാബുകൾ നമ്മൾ ഷെയ്ഖിനെ കുറിച്ച് പഠിക്കാൻ അറബി അറിയുന്ന ആളുകൾ പ്രത്യേകിച്ചും വായിക്കേണ്ട ഒരു ചരിത്രം ആണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ജീവചരിത്രം. ധാരാളമായി അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ 500ഉം 400ഉം 1000കണക്കിന് പേജുകളുള്ള ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന്റെ തർജമ മാത്രം പഠിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ ഇൽമ് എത്രത്തോളം വിശാലമാണെന്ന് അറിയിക്കാൻ അദ്ദേഹത്തെക്കുറിച്ച് നടന്നിട്ടുള്ള പഠനങ്ങൾ, വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടന്നിട്ടുള്ള പഠനം, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന്റെ കിതാബുകളും അദ്ദേഹത്തിന്റെ രചനകളും അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളും 137 പഠനങ്ങൾ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഒരു ആലിമിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആധാറുകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ച്, ജുഹൂദുകളെ കുറിച്ചുള്ള പഠനങ്ങളാണ് 137ഓളം പഠനങ്ങൾ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിലെ ഡോക്ടറക്കും മാജിസ്റ്ററിനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ മഹാപണ്ഡിതനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഒരു പഠനം നടത്താൻ പറ്റുമാറ് വിശാലമായ അറിവുള്ള ഒരു അല്ലാമയായതുകൊണ്ടാണ് അങ്ങനെയുള്ള പഠനങ്ങൾ നടക്കുന്നത്. അല്ലാഹു തആല ഉമ്മത്തിന്
സേവനം ചെയ്തിട്ടുള്ള, ദീനിന് ഖിദ്മ ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അവരെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അവരുടെ ജീവിതത്തിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെല്ലാവരെയും ഹക്കിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയായ ദീൻ ശരിയാവണ്ണം പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് പകർത്താനും പഠിക്കാനും പ്രചരിപ്പിക്കാനും അമൽ ചെയ്യാനുമുള്ള സബർ അത് ആവശ്യമാണ്. അള്ളാഹു അതിനുള്ള സബർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നത വനഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.